ആക്രീരി മോളിൽ കയറി ഇരുന്നിട്ട് പോലും അത് വീണിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇത്രയും പൊക്കമുള്ളിടത്ത് അങ്ങ് വീണ് 2 കൈ ഒടിഞ്ഞ് അത് ഇവിടെ മുതൽ ഇതുവരെയാണ് അതിന് പൊടികളുള്ളത്. ഇങ്ങനെ സംഭവിച്ച് എൻ്റെ മോനെ റോഡിൽ കയറ്റിയിട്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചിന് ആരെങ്കിലും എടുത്തോണ്ട് പോയനായിരുന്നു. എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല, മനസാക്ഷി ഇല്ലാത്ത 2 ആളുകൾ ആ കുഞ്ഞിനെ ഇങ്ങനെ ഇത്രയും കാലം ദ്രോഹിച്ചിട്ട് ഒരു പുറം ലോകം പോലും അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴല്ലോ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. അവൻ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ലോകത്തോടുള്ള എല്ലാ പരാതികൾക്കും അവനും അവൾക്കും ജീവിതകാലം മുഴുവനുമുള്ള പരാതിക്ക് അവരവിടെ കിടക്കണം, ജയിലിൽ കിടന്ന് നരകിക്കണം. എൻ്റെ അമ്മച്ചി ജയിലിൽ നരകപ്പാടുണ്ടായാൽ അത് മുന്നെയാണ്. ഇപ്പോഴത്തെ ജയിൽവാസം എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സുഖകരമായ ജീവിതമാണ്. അതുകൊണ്ട് അവരെ നരകജീവിതം ജയിലിലല്ല, ജയിൽ വിട്ട് പുറത്ത് വന്നാൽ നിങ്ങൾ രോഷാകുലരായ ജനങ്ങളാണ് അവർക്ക് നരകവാസം കൊടുക്കേണ്ടത്. ഇല്ലാത്ത പക്ഷം ഇറക്കി വിട്ട് ഞങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണം, ബാക്കി ഞങ്ങൾ ചെയ്ത് തീർത്തോളാം. അവൻ ഇനി ഈ ഭൂമിയിൽ അവനും ജീവിക്കരുത്. ഇങ്ങനെയുള്ളവർക്ക് ജയിൽവാസമെല്ലാം കൊടുക്കണ്ടേ? കാരണം രോഷാകുലരായ ജനങ്ങളാണ് പല നാട്ടിലുള്ള ആൾക്കാർ. അവരെല്ലാം ഇപ്പം കൈ കിട്ടിയിട്ടുണ്ട് പച്ചയോടെ അവർ കത്തിക്കും. അത്രക്ക് എന്താ പറയുക, ദേഷ്യം അവരോടുണ്ട്. അപ്പോൾ പോലീസുകാരിങ്ങനെ വലയം വെച്ച് അവരെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്തിനാന്ന് കൊണ്ടുപോയിട്ട് പാലൂട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പാലൂട്ടി തടി ഉഷാറാക്കിയിട്ട് പുറത്തേക്ക് വിടും. എന്നിട്ട് വീണ്ടും ഇതേപോലത്തെ എന്തെങ്കിലും ക്രൂരതകൾ മറ്റുള്ളവരത്തെല്ലാം പോയിട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയോട് സ്നേഹമുള്ള ജനങ്ങളാണെങ്കിൽ അവരെ 2നും വെറുതെ വിടരുത്. എത്ര വർഷം കഴിഞ്ഞു ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ഇനി ഒരു കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് ലോകത്തിലെല്ലാവർക്കും പറയാനുള്ളത്. ആ കുട്ടി എന്ത് പിഴച്ചു? നിങ്ങളെ ജീവിതത്തിൽ ആ കുട്ടി തടസ്സാണെങ്കിൽ ഈ കൊലയൊന്നല്ല അതിനൊരു പരിഹാരം. എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇന്ന് ലോകത്ത്, അതിലേതെങ്കിലും ഒന്ന് ചെയ്തുകൂടായിരുന്നോ? സത്യത്തിൽ ആ അഷ്കർ എന്ത് ആന്ന് പേരെന്നറിയില്ല, ആ നായിക്ക് ഓനാദ്യം കൊണ്ടുപോയിട്ട് നിങ്ങൾ ചികിത്സിക്കുക കേട്ടാ. അവന് വല്ല മാനസിക രോഗാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര ക്രൂരമായിട്ട് കുട്ടികളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടിനെ ചെയ്ത അതേ അവസ്ഥ അവർക്ക് 2ആക്കും കൊടുക്കണം. അവരറിയട്ട് ആ കുട്ടീൻ്റെ വേദന. എന്നിട്ട് പറഞ്ഞേക്കുന്നത് ഞാൻ കൂടിപ്പോയാൽ 5-6 ദിവസം നോക്കും, പിന്നെ പുഴുത്ത പട്ടിയെ പോലെ നോക്കുമെന്ന് അവൻ മേളിൽ റോഡിലൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടാണ് പോയത്. ഇത്രയും ആ നാറിച്ചെറ്റ ഇത്രക്ക് വർത്താനം പറഞ്ഞിട്ട് പോലും നിങ്ങൾ പിന്നീട് ആ കുഞ്ഞിനെ അന്വേഷിച്ചിട്ടില്ലല്ലോ. ആ കുട്ടീനെ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷത്തിലും ഓരോ മിനിറ്റിലും നിങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിക്കണമായിരുന്നു. ആരും കണ്ടില്ല, ആരും കാണാത്ത കാട്ടുമൂലക്കിലെ വീട്ടിൽ കൊണ്ടുപോയിട്ടായി ഈ ക്രൂരത. പല വാർത്താ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന ആ 2ാം അച്ഛനായ അവനെ ഈ കുട്ടീനെ ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്നു. സ്വന്തം എന്താ പറയുക, പ്രസവ വേദന അനുഭവിച്ചിട്ട് പ്രസവിച്ച ഇവള് ആ കുട്ടീനെ ചെയ്യുന്നത് നോക്കി നിൽക്കുന്നു. ഇവളെല്ലാം കുഴിച്ചു മൂടേണ്ട സമയം. അപ്പോൾ അത് ഞാൻ എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. സംശയം തോന്നി, കാരണം ഇവൻ ക്രൂഡ മൈൻഡുള്ളവനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഡിവൈഎസ്പി സാർ എന്നോട് പറഞ്ഞത്, സ്വന്തം അമ്മയാണ് കുഞ്ഞിനെ ചോദിക്കുന്നത്, അപ്പോൾ അവർക്ക് അത് കൊടുത്താലേ പറ്റുള്ളൂ, നമുക്ക് പിടിച്ചു വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഈ കൈ ഒടിഞ്ഞ കാര്യം ഞാൻ ചൈൽഡ് ലൈനെ അറിയിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞിരുന്നത് സ്റ്റേഷനിൽ നിങ്ങളെ നാളെ ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കല്ലേ, അവിടെ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കുഞ്ഞ് മരിക്കാനുണ്ടായ കാരണം ഈ ഒരു അച്ഛനും അമ്മയും മാത്രമല്ല, ആ നാട്ടിലെ പോലീസുകാർ അടക്കം അതിന് എന്താ പറയുക കൂട്ടുനിന്നതാന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഇങ്ങനെയെല്ലാം ഈ വിഷമങ്ങളും ക്രൂരതകളും പോയിട്ട് സകല പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലൊക്കെ പറയുമ്പോഴല്ല നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കണമായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും അത് എല്ലാം എന്താ പറയുക സ്ലോ ആക്കി. ഇപ്പം സ്ലോ ആക്കിയിട്ട് എന്താ കാര്യം? അത്രക്ക് നരകയാതന അനുഭവിച്ചിട്ട് ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. ലോകത്ത് അമ്മയായ ഒരു സ്ത്രീക്കും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ പറ്റില്ല ഈ ക്രൂരത. ഒരു കാലത്തും മറക്കൂല, ഒരമ്മമാരും മറക്കൂല. ഇനി ഇങ്ങനത്തെ ഒരു ക്രൂരതയും ഈ ലോകത്ത് ഒരു കുട്ടിക്കും ഇല്ലാതിരിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.